കാസർഗോഡ് ഉപ്പള മണിമുണ്ടയിൽ മത്സ്യവില്പനക്കാരിയെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയ സ്വർണം കവർച്ച നടത്തിയതായി പരാതി. ശാരദനഗറിലെ പരേതനായ പത്മനാഭന്റെ ഭാര്യ ഗംഗയാണ് കവർച്ചയ്ക്കിരയായത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാള് വന്നിന് ബായ് പുടിച്ചിട്ട് കൈ തല പുടിച്ചിട്ട് എല്ലാം പൊന്നിനെല്ലാം കൊണ്ടുപോയിനാറ്. വല കാത്തുണ്ട കാതുണ്ട് എല്ലാം കൊണ്ടുപോയിനാറ്. പിന്നെ രണ്ട് തല കൊടുത്തിനാറ്. അങ്ങനെ എല്ലാം എടുത്തിട്ട് കൊടുത്തു. കത്തിയിൽ ചെല്ലിയ കയ്യിലും കത്തിയിടൂ, അത് എല്ലാം എടുത്തിട്ട് തരണം. ഞാൻ ചെല്ല ബായിലെ കൈയിട്, അപ്പൊ ഞാൻ എല്ലാം തരാന്ന് ചെല്ല ബായിന്റെ കൈ എടുത്തിട്ടില്ല. ഞാൻ ഊട്ടിയിട്ട് ഞാൻ എടുത്തിട്ട് കൊട്ടപ്പം എടുത്തിട്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഇതൊരു മത്സ്യവില്പനക്കാരിയാണ് കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണം കവർ ചെയ്തത്. അതായത് വളരെ സാധുവായിട്ടുള്ള സ്ത്രീ. ഇത് എവിടെ വെച്ചായിരുന്നു? പ്രതിയെക്കുറിച്ച് സൂചനയുണ്ടോ? അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണിത്. കാരണം നമുക്കറിയാം, ഇത്തരത്തിൽ പല തരത്തിലുള്ള കവർച്ചകളും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ പട്ടാപ്പകൽ ഒരു കവർച്ച, അതും കഴുത്തിൽ കത്തിവെച്ച് ഇത്തരത്തിൽ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവരെ ആ ഒരു സാധു സ്ത്രീയെ ഇത്തരത്തിൽ രണ്ടംഗ സംഘം കഴുത്തിൽ കത്തിവെച്ച് മുടി കുത്തിപ്പിടിച്ച് വായുവൊക്കെ പൊത്തിപ്പിടിച്ച് അങ്ങനെയാണ് ഇവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം കവർച്ച ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ കമ്മൽ മാത്രമായിരുന്നു സ്വർണം ഉണ്ടായിരുന്നത്, അരപ്പവനോളം സ്വർണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ കയ്യിൽ അണിഞ്ഞിരുന്ന വള, അതുപോലെ തന്നെ മറ്റു മാലകളും മുക്കുമണ്ണമായിരുന്നു. അതും ഈ കവർച്ചക്കാർ കൊണ്ടുവരുന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം, പട്ടാപ്പകൽ ഇങ്ങനെ ഒരു കവർച്ച നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഉപ്പള മണിമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഗംഗയാണ് ഇങ്ങനെ അക്രമത്തിനിരയായത്. ഇവരൊരു മത്സ്യവില്പനക്കാരിയാണ്. ഇങ്ങനെ ഈ സംഭവം നടന്നതിന് ശേഷം ഇവരുടെ സഹപ്രവർത്തകരോട് ഈ വിവരം പറയുകയും പിന്നീട് മഞ്ചേശ്വരം പോലീസിൽ ഈ പരാതി നൽകുകയും അങ്ങനെ കേസെടുക്കുമായിരുന്നു. ഈ പ്രതികളെ കുറിച്ച് ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. നേരത്തെയും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപും സമാനമായൊരു സംഭവം ഇതേ സ്ഥലത്ത് മഞ്ചേശ്വരത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊരു സ്ത്രീയെ നടന്നു പോകുന്നതിനിടയിൽ ഇത്തരത്തിൽ ബൈക്കിലെത്തിയ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം സ്വർണം കവർ ചെയ്യുന്ന കേസായിരുന്നു. അങ്ങനെ ഒരു സംഘം തന്നെ ഈ ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഒരുപക്ഷെ കർണാടകയിലേക്ക് നേരത്തെയൊക്കെ നമ്മളത് റിപ്പോർട്ട് ചെയ്താണ്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ സംഭവം ഉണ്ടായാൽ ആ കവർച്ചക്കാർ അല്ലെങ്കിൽ ആ സംഭവം നടത്തിയവർ പെട്ടെന്ന് തന്നെ കർണാടകയിലേക്ക് രക്ഷപ്പെടുകയാണ്. പിന്നെ ഇവരെ പിടികൂടാൻ വളരെ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കർണാടകയിലേക്ക് ഈ സംഘം കടന്നതായാണ് പോലീസിന് പ്രാഥമികമായ വിവരം. ഏതായാലും ഈ തലപ്പാടി അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിലെ CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം ഉപ്പള ഈ സംഭവം നടന്ന ഈ പ്രദേശത്തെ CCTVകളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാലും പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് മഞ്ചേശ്വരം പോലീസ് പറയുന്നത്. അങ്ങേയറ്റം നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ഒരു സാധു സ്ത്രീയെ ഇത്തരത്തിൽ വായ പൊത്തിപ്പിടിച്ചും കഴുത്തിൽ കത്തി വെച്ചും ഇങ്ങനെ ഒരു കവർച്ച നടത്തിയെന്നത് വലിയ തോതിൽ ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏതായാലും പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.